ഹേ ഗായ്സ്, ബാലിക്ക് പോകാൻ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്നും കുടിയിറക്കി വിട്ട മലയാളി പെണ്ണാണ് ഞാൻ. പഞ്ചാബിൽ 5 കൊഞ്ച് എന്ന് പറയുന്ന രീതിക്ക് ഗൈസ് കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്തത് ശരണ്യ, അമ്മു ടീമുകളാണ്. അപ്പൊ അതെ, അപ്പൊ ഞങ്ങൾ ബോയ്സ് എല്ലാരും ഇതുപോലുള്ള ഒരു കറുത്ത ഷർട്ടും ഒരു വെള്ളമുണ്ടും അല്ലടാ. അതെ, ഇവര് എന്തോന്ന സ്റ്റൈൽ അമ്മുവിന് പറയാനായിട്ടോ. എന്തായിരുന്നടാ? ബോഹോയോ? അപ്പൊ ബോഹോ സ്റ്റൈലിലായിരിക്കും ഗൈസ്. ഇത്ര നാളായി എനിക്ക് തോന്നുന്നു എയർപോർട്ട് ലുങ്കി ചലഞ്ചിന് ശേഷം ഞാൻ മുണ്ട് ടൈപ്പുള്ള സാധനം കൊടുത്ത് എയർപോർട്ടിൽ പോയിട്ടില്ല. ഇപ്രാവശ്യം ഇന്റർനാഷണല് നമ്മൾ മുണ്ട് എടുത്ത് പോകുന്നതായിരിക്കും ഗൈസ്. വൈബോസ്കി. അപ്പൊ നമുക്ക് ഇറങ്ങിയാലാടാ ഗൈസ്. ഞങ്ങളുടെ ബാലി ജേർണി ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോ ആൻഡ് വി വെൽക്കം യു ഓൾ വിത്ത് അസ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ജേർണി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം അത്ര റഷ് ആവേണ്ട, കുറച്ച് സമയമുണ്ട്. കണ്ണാളിയനും പിയും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്, ഐ മീൻ അവരായിരിക്കും എയർപോർട്ടിൽ നിന്ന് വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി. ബെനി ചേട്ടാ, ചേച്ചി പോയിട്ട് വരാം. ഒരു ബാലിയിൽ റൗണ്ട് അടിച്ചിട്ട് വരാം. അതെ, ഒരു സത്യം അറിയാവോ? ഇന്ന് വൈകുന്നേരം ശാന്തികൃഷ്ണ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ ബാലി ഇന്തോനേഷ്യയിലാണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ ബാലി ഒരു രാജ്യമൊന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അതെ സുഹൃത്തുക്കളെ, ഞാൻ അത്ര വലിയൊരു മണ്ടത്തരവും വിചാരിച്ചു വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് തിങ് ഗൈസ്, നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് പോവുകയാണ്. എക്സാക്ട്ലി പറഞ്ഞ ബാലിയിലോട്ട് പോവാ. ആണാ? അടിപൊളി. പോയിട്ടാവേ ടാറ്റാ. പക്ഷേ നിനക്കറിയായിരുന്നോ? എനിക്കറിയായിരുന്നു. എപ്പോ മുതൽ? ആര് പറഞ്ഞിട്ട്? ഞങ്ങളൊക്കെ ഇന്ന് മണ്ടൂസാണ്. അതെ അതെ, ഞാൻ പറഞ്ഞത് മുതല്. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. അപ്പൊ ഇനി ഓഫ് ടു എയർപോർട്ട്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത ട്രാഫിക് ഗൈസ്. ആ പാലാരിവട്ടം മറ്റേ നമ്മുടെ എടപ്പള്ളി ആ ഭാഗത്ത് തന്നെയായിരുന്നു കുറച്ച് ടൈറ്റ്. പക്ഷെ നമ്മൾ 9:30 കൃത്യം അവിടെ എത്തും. ഫ്ലൈറ്റ് 12:30. അപ്പൊ കൃത്യം 3 മണിക്കൂർ മുന്നേ നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. കണ്ണാളിയെ നമുക്ക് ഇപ്പൊ പിക്ക് ചെയ്യാം. നമ്മൾ ആലുവ കഴിഞ്ഞ് കണ്ണനായിരിക്കും പിന്നെ തിരിച്ച് വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ കണ്ണനെ കാണാം ഗൈസ്. എടാ തെണ്ടി, കാല് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് വണ്ടിക്കകത്ത് എന്നെ എങ്ങനെ കയറ്റുന്നുണ്ടോ? നിനക്കെന്ത് കാല് വെക്കാൻ വയ്യാത്ത ഇത്ര സ്ഥലം കിടക്കില്ല? നോക്ക്, അവളുടെ ബാഗും ഇതെന്തോന്ന് പാട്ട പെട്ടി ആക്ര സാധനങ്ങൾ വരാണ്ട്. കാവള് വന്നില്ലടാ ബേബി. ചന്തിയൊക്കെ നീല കത്താണ്. അതവളുടെ പൂക്കിത്തൊപ്പിയാണ്. പൂവാണ് എയർപോർട്ടിലോട്ട്. നിന്റെ മറ്റേ ലുട്ടാപ്പി തൊപ്പി പറയണില്ലേ? ഓക്കെ, ലഗേജ് എടുത്തു. സാധനങ്ങൾ ഇറങ്ങി വന്നോണ്ടിരിക്കുന്നത്. ലഗേജ് അക്വയർ ചെയ്ത സുഹൃത്തുക്കളെ, ഇനി ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോട്ടെ. എനിക്ക് നിങ്ങളുടെ എല്ലായിടത്തും സത്യം പറയണം. ഇത് കട്ട് ചെയ്ത എഡിറ്ററിന്റെ ചുക്കാവണിയാ വിട്ടു. ഞാൻ എന്റെ കഷത്തിന്റെ ഇടയിൽ ഇങ്ങനെയും കയറ്റി വെച്ചോണ്ട് പോയ 2-3 കുപ്പികളുണ്ടായിരുന്നു. ആ വിയറ്റ്നാം ട്രിപ്പിന്റെ കുപ്പിയും അണ്ടിപ്പരിപ്പും ടച്ചിങ്സും ഒക്കെ ഞാൻ അടിച്ചു തീർത്തു എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ തൊട്ട് നിക്കാൻ അച്ചാറ് പോലും കിട്ടിയിട്ടില്ല എനിക്ക്. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കണം. മൊത്തം ഞാൻ ഒന്നും ചെയ്തില്ല സുഹൃത്തുക്കളെ. അതൊക്കെ ഓരോ വഴിക്ക് പോയി. ഏത് വഴിക്ക്? ടൂറ് പോയാ? ഇങ്ങോട്ടാ നമുക്ക് ടെർമിനൽ 1. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഇത്തവണത്തെ ട്രിപ്പിൽ ഞാൻ പറഞ്ഞ സമയത്ത് എടുക്കണ കുപ്പിയും പാട്ടയും സാധനം എല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നിന്റെ കാറ് ഞാൻ കൊണ്ടുപോകും. നടക്കും. പോന്ന വീഡിയോ തരാം. നിനക്ക് കണ്ണിന്റെ അടുത്തുള്ള സ്നേഹം വല്ലാണ്ട് കൂടുന്നുണ്ട് കേട്ടോ. കട്ടി അതാണ് ഈ ബ്രദർ സിസ്റ്റർ. അതെ അതെ, ബോണ്ട. എന്റെ പെങ്ങളോടാ. എന്റെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പെങ്ങളോടെ ഉണ്ട്, വീട്ടിലുണ്ട്. സുഹൃത്തുക്കളെ, എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം മുണ്ടന്മാരാ. എടാ, ഇതെന്താടാ ഇതൊക്കെ? ആണ് ഇവരൊക്കെ മുണ്ടെടുത്തതൊക്കെ നിങ്ങൾക്ക് വല്ല മറ്റേ കൈലിയും മറ്റേ ബ്ലൗസിൽ പറഞ്ഞായിരുന്നു. എടി, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കറുത്തമ്മയുടെ മറ്റേ ഡ്രസ്സ് ഇടണമായിരുന്നു. ഓ, കണ്ണം ബ്രോ മുണ്ടനായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ കെട്ടി. എടി, ഇതാണ് എടി നിന്റെ ബോഹോ സ്റ്റൈല്. എവള് ഗുജറാത്തി വനിതയെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നപ്പോ ഇറക്കി വിട്ടത്. ഈ കാറ് വേണമെങ്കിൽ വിയറ്റ്നാമിൽ നീ പോയപ്പോ വന്ന പോലെ അല്ല. സാധനങ്ങളെല്ലാം കൈ നിറയെ സാധനങ്ങളോടുകൂടി ഞാൻ വരുവാടാ. പോരാ, പെട്ടി നിറയെ സാധനം. അനുരാജ് ബ്രോ വീണ്ടും ട്രാവലെക്സ് ഞാനുമായി ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. സെറ്റല്ലേ എല്ലാം? ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ ട്രാവലെക്സ് തന്നെയാണ് കേസ്. ഞങ്ങളങ്ങനെ ഇഷ്ടമായിപ്പോയി. ഓക്കെ, സാധനങ്ങളൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്തിട്ട്. മകളെ, ഔട്ട്ഫിറ്റിനെ കുറിച്ച് എന്താണ് നിന്റെ ഇത്? കൊള്ളാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ബോഹോ സ്റ്റൈൽ ചൂസ് ചെയ്യാൻ കാരണം? ഓ, മുണ്ടിനോടെ ഇത് പോവല്ലേ? ഇതെന്താ കൊറേ മണിയൊക്കെ?
അവക്ക് ചങ്ങലയാണോ നോക്കട്ടെ. എടി നിന്റെ മറ്റേ ചങ്ങലയൊക്കെ എവിടെ? ഓ അയ്യോ ഇതെന്താണ് ഇത്? ചുമട്ട് തൊഴിലാളിയാണ്. ഇതൊക്കെ ഊരി വെപ്പിക്കോ? ഇല്ലല്ലോ കുഴപ്പമില്ലല്ലോ, സീനില്ല. ആ അത് മറ്റേ കിണീണി അടിക്കണം. അപ്പൊ നമുക്ക് ഊരടി. നിന്റെ ചെറുക്ക എവിടെ? ഞങ്ങളുടെ ഒന്നിച്ചാണ് ഷൂട്ട് തീർന്നത്. ഗൈസ് അനന്തും ഞാനും അവിടെ സമയത്തോട് മല്ലടിക്കായിരുന്നതാ. ശാന്തികൃഷ്ണ ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചേ കാർത്തി എവിടെയാ പോകുന്നത്? ഞാൻ പറഞ്ഞ് ബാലി ചേച്ചി. ഓ ഇന്തോനേഷ്യ പോണല്ലോ. അല്ല ചേച്ചി ബാലി, ഇന്തോനേഷ്യയിലാണ് ബാലി. ഞാൻ പറഞ്ഞു ബാലി രാജ്യം അല്ലേ? ഞാൻ ബാലി രാജ്യം പറഞ്ഞോണ്ടിരിക്കുന്നതാ. അല്ല അല്ലേ നിനക്കറിയായിരുന്ന കണ്ണമ്പ്രോ? നിങ്ങൾക്ക് എന്തായാലും ആണല്ലേ? ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കേരളം പോലത്തെ ഒരു സ്ഥലം, അല്ല ലക്ഷദ്വീപ് പോലത്തെ ഒരു സ്ഥലം. ദൈവസാഹിത്യന്റെ ഭാര്യക്ക് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ചമ്മി പോയനാ. ആണല്ലേ? ദില്ലി അത് വിജയുടെ സിനിമയല്ലേ? ആണോ? സൈക്കിൾ ആണ്. ഈ വന്ന് നിൽക്കുന്നത് അനന്തു ആണോ സുഹൃത്തുക്കളെ? അത് അനന്തു ആണോ? അടി അല്ല ഗൈസ്, ഞങ്ങൾ അനന്തുവിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഇപ്പൊ. ഓ മൈ ഗോഡ്, ബി ഇതൊക്കെ കാണൂലേടാ. ഓ തിരിച്ചു വന്നടി. കൊള്ളാം. നിങ്ങൾ രണ്ടെണ്ണം എപ്പോ കണ്ടാലും ഇത് കണക്കാണല്ലേ? അപ്പോഴേ ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ്. ആ ലബൂബു. ഓ ലബൂബുന് അങ്ങനെ ബാഡിലൊക്കെ ഉണ്ടാടാ? ഇല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. അയ്യോ ഈ ലബൂബു എണ്ണം കെട്ട സാധനമാണ് കണ്ണമ്പ്രോ. അതൊരു എണ്ണം കെട്ട മോന്തയാണ്. ഇതൊക്കെ ആര് ട്രെൻഡാക്കി വിടണത്? എടാ എനിക്കൊരെണ്ണം കിട്ടി, ഞാനത് അമ്മയ്ക്ക് കൊടുത്തു. നിനക്ക് വേണോ? അയ്യോ ഗൈസ് ലബൂബു ശാപം ഉണ്ടോ ഞങ്ങൾക്ക്? ഫ്ലൈറ്റ് ഡിലേ, ശരണിയുടെ കൈക്ക് ഫ്രാക്ചർ, ബ്ലോക്ക്, സൂട്ട് എക്സ്റ്റൻഷൻ. സമാനായല്ലോ എനക്ക് എന്റെ നെഞ്ച് തീവരിട്ടപ്പോ. എടി ശരു, നിനക്ക് ലബൂബു വേണോന്ന് നിർബന്ധമാണോ? ആണല്ലേ? ചെറിയ എണ്ണം കേട്ടോ? ഇല്ലല്ലേ? ആ ഓക്കെ നമുക്ക് നോക്കാം. തിരിച്ചു വന്നിട്ട് ലബൂബുവിന് ഒരു ചരട് കെട്ടിച്ചു കൊടുക്കാവേ. എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അനന്തു അളിയനും. അളിയാ എടാ നിനക്കെന്താ വെള്ളമുണ്ട് കിട്ടിയില്ലേടാ? ആണാ? എടാ എന്നറിഞ്ഞത് ഞാൻ കറുപ്പിട്ടേടാ, എന്നാ വെറൈറ്റി ആയാണ് എല്ലാരും കൂടെ അല്ലേ? ഇപ്പൊ നമ്മള് മാച്ചിങ് നമ്മൾ രണ്ടൊരു മാച്ചിങ് ആണ്. ആ അതെ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇറങ്ങുകയായി. ഈ വെള്ളം ടാറ്റാ കണ്ണ ബൈ. ആ ഡയമണ്ട് ഡൈസോ എന്തരടി ഞാൻ പറഞ്ഞ? ഹലോ നമസ്കാരം, സുഖമാണോ പിള്ളേരെ? ചിറാപ്പൂഞ്ചിയോ? എന്താടാ പറഞ്ഞത്? അതെ എടുക്കാലോ ബാ. യെസ് ഗൈസ്, ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ അകത്തെത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ബാഗൊക്കെ സബ്മിറ്റ് ചെയ്യട്ടെ പോയി. ഗൈസ് പ്രീമിയം ഫ്ലെക്സ് പാസിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രീമിയം ഫ്ലെക്സ് പാസ് രണ്ട് എത്ര കിലോയുടെ 5ന്റെ 2 കഥയാണ്. നമ്മൾ മാൽഡീവ്സ് ബാലിയിൽ വർക്കൗട്ട് ആയിരിക്കും ഗൈസ്. കണ്ടായിസ് ഞങ്ങളൊക്കെ ഇവിടെ ചില്ലടിച്ചിരിക്കുകയാണ്. ആ മച്ചാനാണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് പോയാ മതി. ടോട്ടി ബാഗ് എന്താ അത്? കണ്ണമ്പ്രോ
കേട്ടാടാ അത് ക്യൂട്ടി ക്യൂട്ടി ഒന്നും വേണ്ട, അതിനെ കാണുമ്പോ തന്നെ പേടിയാവണം. ആ ഇതിന് വേണമെങ്കിൽ ക്യൂട്ടി ബീജിയം കൊടുത്തോ. പക്ഷെ ഇതിന്റെ മോന്ത അത്ര ശരിയല്ല. എന്തിനും ഒരു ചിരി. ഞങ്ങള് വീട് മാറി പോണാണ് കേട്ടോ. 1, 2, 3, 4 ബാഗ് ആയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട്. ഇത് ശരണ്യയുടെ ബാഗ്, അത് അനന്തുവിന്റെ ബാഗ്, അത് വേറെ, അത് ശരണ്യയുടെ ബാഗ്. ഇനി നമ്മൾ വീട് മാറി പോണാണ് കേട്ടാ. ഫുൾ ഓൺ ഫുൾ ലഗേജ് പാക്കിംഗ് ആണ്. ഇപ്പം വീട് മൊത്തം ഉണ്ട് കേസ്. ആ സത്യം, നമ്മൾ മാത്രമാണ് പോണേ, അത്രയും മതി. ഞാൻ എന്റെ വേണ്ട അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ബാഗ് കൊണ്ടല്ലേ എല്ലായിടത്തും പോണത്. എന്റെ ലക്കി ബാഗാണ് കേസ്. വേണ്ട എടാ, ഈ സാധനം ഒരു കാരണവശാലും വാങ്ങരുത്. കാരണം ഇതിന്റെ അകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് യമാസ കൂറയാണെന്ന്. കൂറ സാധനം നമുക്ക് വേണ്ടല്ലോ. ഈ ചളി ഇതും നമുക്ക് പറ്റുന്നില്ല ഗൈസ്. കൂറാതെ വിസ്കി എന്നാണ്. ടീച്ചർമാര് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനം നീ കണ്ടിട്ടുണ്ടോ? വാ, ടീച്ചർമാർക്ക് മാത്രം ഉള്ളതാണ്. അതെ, കണ്ട B.Ed പഠിച്ചിട്ടുണ്ടാ നീ? മാറിപ്പോ, ഇതിന്റെ അടുത്ത് പോ 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 പോ. കാട്ടുചളികൾ കേൾക്കണ്ട എങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യുക. എപ്പോഴത്തെ പോലെ സുഹൃത്തുക്കളെ പെർഫ്യൂമുകൾ വന്ന് അടിക്കുന്നു. ഞങ്ങളുടെ ചടങ്ങാണ്. പ്രാഡ. നിങ്ങൾക്ക് വേണോ കേസ് പെർഫ്യൂം? നിങ്ങൾക്ക് അടിച്ചു തരട്ടാ. കൊള്ളൂലെന്ന് കേസ് വേണം. നോക്കൂ സുഹൃത്തുക്കളെ, ആഹാ മുണ്ടൊക്കെ കൊടുത്ത് പറഞ്ഞാണ് എന്ത് രസം. നമ്മളോട് രണ്ടുപേരും ഒന്ന് ചോദിച്ചിട്ട് പോയേ, ആൾക്കാർ ഇതുപോലെ ഞങ്ങൾ വെറുതെ ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു സാധനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ. ടീച്ചേഴ്സ് എന്തിനുള്ളതാണ്, ടീച്ചർമാര് മാത്രമല്ലേ, ഹൈ കമ്മീഷണർ പോലീസുകാർക്കുള്ളത്. അതെ അതെ, അങ്ങനെ അതെ. ആവും അതോട്ട് കയറാം. പാടാ. അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താടി എന്താ എന്തിനടി നിനക്ക് ബെയില്? ഞങ്ങള് നൈസാകത്തോട്ട് കയറട്ടെ. ഞങ്ങള് ഒന്ന് ലോഞ്ചിലോട്ട് കയറാന്ന് വിചാരിച്ച്. നല്ല വിശക്കണം, എന്തെങ്കിലും കഴിക്കാൻ ഇതിനകത്ത് കയറിയിട്ട്. ഗൈസ്, ലോഞ്ചിനകത്തുനിന്ന് ഈ കോഫി മാത്രമേ ഞാൻ എടുത്തോളൂ. എന്നാടി, ലോഞ്ചിനകത്തുനിന്ന് നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ എവിടെയത്? ഇതിന്റെ ശാപമാണ്. എടാ ഇല്ലടാ, ഒരു കാർഡ് ഉണ്ടായിരുന്നു, അതിന് ലോഞ്ച് ആക്സസ് കിട്ടിയില്ല. ഒരെണ്ണം എടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും 2 പേർക്കും കിട്ടണില്ല. ചുമ്മാരി ഞാനും ഇവളും കൂടെ മറ്റേ ലോഞ്ചിനകത്ത് കയറിയിട്ട് വിഭവസമൃദ്ധമായ ബുഫേ മെനു നോക്കി വെള്ളം ഇറക്കി നിനക്കൊരു കോഫി വാങ്ങിച്ചിട്ട് വന്നടി. ഞാൻ ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമോ ഞാൻ? നമുക്ക് അത് അതിന്റെ കൂട്ടത്തിൽ കണ്ണമ്പറോട് ഓരോ കാർഡും വർക്കായില്ല. ഗൈസ്, ഇത് എന്തോ കുഴപ്പമുണ്ട്. ഇനി എന്തെങ്കിലും ട്രിപ്പിൽ പ്രശ്നം വരികയാണെങ്കിൽ ലബൂബുവിനെ നീ പിന്നെ കാണൂല്ലടി. ആ അവിടെ ഇരിക്കാം. അനന്തുവേ, എടാ ഇനി എന്തെങ്കിലും ട്രിപ്പിൽ സംഭവിക്കുകയാണെങ്കിൽ ലബൂബു എടാ ഞാനും ഒന്ന് കേട്ടറാ, എരണം കിട്ട സാധനമാണെന്ന്. എടി ഇത് മറ്റേ മാൻഡ്രേക്കിന്റെ തല കണക്കാണെങ്കില് ഇത് നീ മേടിച്ചപ്പോൾ എക്സ്പ്രഷൻ ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് വിശ്വസിക്കൂലടി ഞാൻ. ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ തിന്നാൻ വാങ്ങിക്കട്ടെ. കണ്ണം ബ്രോ, ലബൂബുവിന്റെ ശാപമാണിത് അല്ലേ? ആണല്ലേ? അതെ, എന്തൊക്കെ ഓഫർ ആയിരുന്നു അതിന്റെ അകത്ത്. സത്യോടി അവിടെ എടി പ്ലേറ്റ് നിറച്ചോടെ എന്തോരം സാധനങ്ങളുണ്ടെന്നറിയോ. മിസ് ചെയ്ത് നമ്മള്. ആണല്ലേ? നമ്മുടെ 2 ലോഞ്ച് ആക്സസ് തീർന്നു കേട്ടോ ഈ വർഷത്തെ. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് എന്തെങ്കിലും മേടിക്കട്ടെ. ഇവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി വർഷയ്ക്കും വാങ്ങി, അവിടെ നിന്ന് ഒരു ചിക്കൻ റോള് എനിക്കും വാങ്ങി. എനിക്കത് അവിടെ ഇരിക്കണ കണ്ടിട്ട് തീരെ പിടിക്കണ്ടല്ല കേസ്. നമ്മള് വർഷയ്ക്ക് ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി വന്നു. ഇതാണ് അനന്തു ഇപ്പൊ കഴിച്ചത്. ആക്ച്വലി അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നീ എന്നാടി ഓർഡർ ചെയ്ത അമ്മു? ആണാ? കൊള്ളാവോ ബർഗർ? അല്ലല്ലേ, നീ എന്ത് പേഴ്സൺ ആണ്? ആണാ? കുണാഫ പേഴ്സണാ? നീ എന്താണ് മക്കളെ മറ്റേ കടയിൽ ചെന്നിട്ട് ഓർഡർ ചെയ്തത്?
എവിടെ ചെന്നിട്ട് പറഞ്ഞ ചമ്പാഗ്നിന്ന് അയാണ് ചമ്പാഗ്നി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ കണ്ടിട്ട്. സുഹൃത്തുക്കളെ, ഇതാണ് എന്റെ ചിക്കൻ റാപ്പ്. ഇതിന്റെ അകത്ത് മൊത്തം പച്ചക്കറിയാണല്ലോ. എന്തായാലും കഴിച്ചിട്ട് വരാം. 12:30 ടേക്ക് ഓഫ് ചെയ്യാനുള്ള നമ്മുടെ ഫ്ലൈറ്റ് സുഹൃത്തുക്കളെ 1:30 മാറ്റി. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്. നമ്മളിവിടെ ചില്ലിങ് ആണ് ഗൈസ്. ചില്ലിങ് ഇത് ചങ്ക് എറണാകുളത്തെ മൂദേവി. നീയല്ല അത്, ഇത് വേറൊരു മൂദേവി, നീയല്ല. ഓക്കെ, നമ്മൾ കുറച്ച് ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ ചില്ലടിക്കാണ് ഗൈസ്. കർസൂര്യ ചേട്ടൻ അത് എവിടെ വെച്ചിട്ടും ഞങ്ങൾക്ക് പണിയാണ് ഗൈസ്. ഞാൻ വാച്ചിങ്, ഐ ആം വാച്ചിങ്. എവിടെ അത് കാണാനില്ലല്ലോ. ഐ ആം വാച്ചിങ് കേട്ടോടാ കാള ഈ മുഖേ. ഗൈസ്, ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്ത് അകത്ത് കയറി ബസ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. നിന്റെ എത്രാമത്തെ ഫ്ലൈറ്റ് അടി? 5. കഴിഞ്ഞ ട്രിപ്പിൽ തന്നെ നമ്മൾ 4 അടിച്ചതുകൊണ്ട് ഇപ്രാവശ്യം 5ാമത്തെ ആയിരിക്കുകയാണ്. എന്റെ ഫ്രണ്ടിൽ എറണംകെട്ട മൂദേവിയും ചുമന്നുകൊണ്ട് നടക്കുന്ന ശരണ്യ. ഇത് ലബൂബുന്റെ ഉച്ചി. ഓ സോറി പ്രേക്ഷകരെ, ഞാൻ എറണംകെട്ട മൂദേവി എന്ന് ഉദ്ദേശിച്ചത് അവളുടെ ലബൂബുവിനെയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാറായി. നോക്കൂ സുഹൃത്തുക്കളെ, എന്റെ അടുത്ത് ആരാന്ന് അണ്ണൻ വന്ന് സോനാപ്പി പൊക്കി വെക്കാൻ പറഞ്ഞു കേസ്. ഞാൻ സോനാപ്പി പൊക്കി വെക്കട്ടെ. ഹായ് കണ്ണൻ ബ്രോ. സോറി കേസ്, ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ വിട്ടുപോയി. എവിടെ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി കളഞ്ഞു കേസ്. വിടടി പട്ടി. ഫ്ലൈറ്റ് കുഴപ്പമില്ല കണ്ണൻ ബ്രോ, നമുക്കിവിടെ ചില്ലിങ് വിത്ത് ചങ്ക്. ഇത് നമുക്ക് എക്സ്ട്രാ കിട്ടിയതാണ് കേസ്. ഞങ്ങളുടെ കരിവേപ്പിലാണ് അമ്മൂന്ന്. അനന്ത് വിടേടി. അയ്യോ ഗൈസ്, അന്ധകാരം. അയ്യോ മൈ ഗോഡ്. ഇനി ലൈറ്റൊക്കെ വന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്ത് ലാൻഡ് ആയിട്ടൊക്കെ വരാം ഗൈസ്. അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വരാം. ഹൈ ഗൈസ്. ഓക്കെ, ലൈറ്റിലേക്ക് നമ്മൾ ലൈറ്റ് വരുത്തും ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇട്ടുകൂടാന്ന്. നിങ്ങൾ ഫ്ലൈറ്റൊക്കെ എടുത്തിട്ടൊക്കെ വരാം ഗൈസ്. ഓ ഹായ് ഗൈസ്, അവിടെ നേരം വെളുത്ത്. അത് നല്ല രസമുണ്ടായിരുന്നടി. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അന്ധകാരത്തിൽ ഉള്ള ലുക്ക്. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും മലേഷ്യ എത്തി. കപ്പുങ്ക അതല്ലേ. ഹായ് മലേഷ്യ, സുഖമാണോ? ഉറങ്ങിയോ എല്ലാരും? ഉറങ്ങിയില്ലേ കണ്ണൻ ബ്രോ? ആണോ? അനന്ത് ഉറങ്ങിയ? നല്ലോണം ഉറങ്ങിപ്പോയേ. ഞങ്ങൾ മലേഷ്യ എയർപോർട്ടിലോട്ട് ഇറങ്ങട്ടെ ഗൈസ്. നമ്മൾ മലേഷ്യ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ 8 മണിയായി. 9:15 ഇവിടുത്തെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഫ്ലൈറ്റ് മിസ്സാവാനുള്ള ഒരു സ്ലൈറ്റ് ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ട്രിവാൻഡ്രം കൊച്ചിയിൽ ഫ്ലൈറ്റ് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഈ എറണംകെട്ട മൂദേവിയുടെ മുഖം എന്ന് മുതൽ കണ്ടോ അന്ന് മുതൽ ഞങ്ങളുടെ ട്രിപ്പിൽ നല്ലൊരു സംഭവം ഉണ്ടായിട്ടില്ല. പോടി, ഫ്ലൈറ്റ് ലേറ്റ്, ലോഞ്ചിൽ ആക്സസ് കാർഡ് ഡിലേ ആവുന്നു, അവളുടെ കൈ വയ്യ. ഓ മൈ ഗോഡ്, ഡയബോളിക്. സുഹൃത്തുക്കളെ, ഇത് ലബൂബു ശാപമാണോ? തുണ്ടിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് പറയുന്നത്? ബോർഡ് വായിച്ചതാണ്. കണ്ട കെലുവാർ. അതെ സുഹൃത്തുക്കളെ, കെലുവാർ. കപ്പും വയ്യടി ഓടാൻ. ഞങ്ങൾ ഓഡിയോ എഴുന്നൊക്കെ ഫ്ലൈറ്റ് കിട്ടുമോ നോക്കട്ടെ. ഈ ഫ്ലൈറ്റ് മിസ്സാവുകയാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് നോക്കേണ്ടി വരും. ഞങ്ങൾ നോക്കട്ടെ ഗൈസ്. ഇങ്ങോട്ടാണ് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ കേട്ടാ. നിങ്ങൾ എങ്ങോട്ടാ പോയേ? ഞങ്ങൾ കറക്റ്റ് റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒരു നടന്ന് വേറെ ഏതോ റൂട്ടിൽ കൂടെ ഒക്കെ പോയി ഗൈസ്. ഹെഡിനകത്തല്ലേ മൈൻഡ്. പടാണക്ക് പോവേണ്. എത്തും നമ്മള്. നീ നല്ലതായിട്ട് ഉറങ്ങിയല്ലേ?
ഞാനും 20 മിനിറ്റിൽ ഗേറ്റ് ക്ലോസ് ചെയ്യും. ആ നീ എന്താടി ചെയ്യണത്? സ്റ്റോറി ഇടുന്ന പ്രാണവേദന അവക്ക് സ്റ്റോറി വായന. ആരുടെ വൈഫ്? ആഹാ ഓക്കെ. P21 93 ഡെൻസ്പർ. അതാണ് കേസ്. അതാണ് കേസ്. രണ്ടാമത് കിടക്കുന്നത് ബോർഡിംഗ് ആണ് 21. P21 എത്തിയ കേസ്. ഈ എയർപോർട്ടിന്റെ ഇങ്ങറ്റത്ത് 10 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് എഴുതി വെച്ചിരുന്നതിന് എൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ അവൻ്റെ ചെള്ള അടിച്ചാൽ പൊട്ടിക്കും. അയ്യോ 15 എത്തി കേസ്. അതെ കഞ്ഞി എടുക്കട്ടെ എവിടെയാ ഇരിക്കാൻ കേസ്. ഞങ്ങളെത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പടകളെല്ലാവരും കൂടെ വരികയാണ്. എന്താ നിങ്ങൾ ലേറ്റ് ആയി പോയേ? എക്സ്ട്രാ എഫർട്ട് ഇട്ടാടി ഓടി. നീയല്ലേ നിനക്ക് വർക്കൗട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ സോൺ 3 ആണ് നമ്മള്. എടി ലബൂബു ശാപം കാരണം നമ്മൾ എന്തുമാത്രം ഓടുന്നെന്ന് നോക്കണേ. സത്യം. ഞങ്ങൾ ഇനി ഫ്ലൈറ്റിൽ കയറട്ടെ സുഹൃത്തുക്കളെ. ലബൂബു ശാപം മറികടന്നുകൊണ്ട് 6 പേർ സംഘം ഫ്ലൈറ്റ് പിടിച്ചിരിക്കുകയാണ്. ചോറ് കഴിക്കാണെന്നൊക്കെ അമ്മ ചോദിക്കണം. ചോറ് കഴിച്ചാ? അങ്ങനെ നമ്മുടെ യാത്രയുടെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സെക്കൻഡ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് ബാലി. അമ്മൂട്ട് സ്റ്റോറി പ്രീമെൻഷൻ ചെയ്യണ ബോളത്തിലാണ്. മീൽ പ്ലസ് ബണ്ടിന് 21 മൈലാണ്. ചാർക്വേത്യോ അതിന് 19 മൈലാണ്. ഇതൊരു വിലയാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ കോമ്പോയ്ക്കൊക്കെ. നിന്റെ 19 മൈൽ കാണോ? ഇവിടത്തെ എടാ നിന്റെ 19 മൈലുണ്ടാന്ന്. ഇത് നോക്കടാ, ഇത് നോക്കടാ. വണ്ടിയിലുണ്ട് കേട്ടോ 17 കോമ്പോ ഓഫറൊക്കെ ഉണ്ട്. എനിക്ക് മലേഷ്യ വരുമ്പോ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടുത്തെ കറൻസി പറയാനാണ്. എന്തൊരു കണ്ട ബ്രോ? കോമ്പോ മൈരുന്നു. ആഡ് ഓൺ 3 മൈരൂൺ കോമ്പോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോമ്പോ ആഡ് ചെയ്ത് എടുത്തോ കേസ്. 3 നിങ്ങൾക്ക്. ഞങ്ങളിവിടെ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ അതിന്റെ ഒരു നോട്ടം നോക്കിയാണ്. അത് നമ്മളല്ലേ കണ്ട ബ്രോ? അതിന്റെ നോട്ടം അത്ര ശരിയല്ല. ഞങ്ങളുടെ വിമാനം പറന്നു തുടങ്ങി ഗൈസ്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ ഒരു വാഴത്തോട്ടമാണ്. എന്റെ ചന്തിയിൽ പ്രഷർ വന്നിരിക്കുന്നു. നമ്മൾ പറന്നു ഗൈസ്. നോക്കിയാണ് ദൂരം വാഴകളല്ലേ? പാം ട്രീ പ്ലാന്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇരിക്കണം. അപ്പൊ നമ്മൾ മലേഷ്യ നേരെ കയറി ഇനി ബാലിയിൽ എത്തിയിട്ട് വരാം ഗൈസ്. ഒരു ഉറക്കം കൂടെ ഞങ്ങൾ ചാമ്പട്ടെ. ഗുഡ് നൈറ്റ്. ഒരു ഉറക്കം കൂടെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ ബാലി എത്തി. അപ്പോൾ ബാലി എത്തിയതോടുകൂടി നമ്മുടെ ബാലി വരക്കം വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. അല്ലേ നമ്മൾ ഇവിടെ വരെ എത്തിയല്ലോ. ഇനി അടുത്ത വ്ളോഗ്. അതെ ഇത് വെറും ആരംഭം മാത്രമാണ് സുഹൃത്തുക്കളെ. അപ്പൊ കടമ്പൂർ ടാറ്റ കൊടുക്കൂ. ഒരു ടാറ്റ കൊടുത്തേടി. അവരെടുത്ത് ഒരു ടാറ്റ തന്നേടി. ഒരു ടാറ്റ കൊടുക്കുന്നു. അടുത്ത വീഡിയോ കാണാം ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി എപ്പിക്.